മുംബൈയുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാലോ? വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അലീനയെ പറഞ്ഞയക്കാനുള്ള തീരുമാനം ബാലചന്ദ്രൻ മനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. ഹരിയും അലീനയും തമ്മിൽ അരുതാത്ത ചില ബന്ധങ്ങളുണ്ട്. ഹരി അലീനയ്ക്ക് പൈസ കൊടുക്കുന്നു, ഗോൾഡ് കൊടുക്കുന്നു. ഇവിടെ വന്ന് താമസിച്ചോണ്ട് ഹരി അലീന കിടക്കുന്ന റൂമിലേക്ക് ചെന്ന് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതിനെല്ലാം രോഹിത്തും സാക്ഷിയാ. അലീനയുടെ ബാഗിൽ നിന്ന് ഹരി കൊടുത്തൊരു ഗോൾഡ് റിങ്ങും കിട്ടി. അത് ഗോൾഡ് ഒന്നുമല്ലായിരുന്നു, അവൻ അവളെ പറ്റിച്ചതാ. ഇതൊക്കെ ബാലചന്ദ്രൻ പറയണ കേട്ട് ആകെ വല്ലാതാവുന്ന മനു ഇതൊക്കെ സത്യമാണോ അങ്കിളെന്ന് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. സത്യമാണോന്ന് ചോദിച്ചാൽ ഞാൻ ദൃക്സാക്ഷിയൊന്നുമല്ല, കിട്ടിയ തെളിവുകൾ വെച്ചിട്ടാ ഈ പറയുന്നത്. ഞാൻ അങ്ങനെ വെറുതെ പറയുന്ന ഒരാളല്ലെന്ന് നിനക്കറിയില്ലേ? കൊല്ലപ്പള്ളിയിലെ നിന്റെ വീട്ടിൽ വെച്ച് തന്നെ ഹരിയും അലീനയും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു എന്നാണ് രോഹിത് പറയുന്നത്. ഇവിടെ പകൽ സമയത്തും ക്ലാസ് കട്ട് ചെയ്ത് ഹരി വന്നിട്ടുണ്ട് അലീനയെ കാണാൻ. അമ്മ കിടപ്പിലാണെന്ന് അറിയാലോ. ഞാൻ അലീനയെ വിളിച്ച് ചോദ്യം ചെയ്തു. പല ചോദ്യങ്ങൾക്കും അവൾക്ക് തൃപ്തികരമായ മറുപടിയില്ല. അവളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നതിന് മുമ്പ് നിന്നോടുകൂടി പറയാനുള്ള മര്യാദയില്ലേ? നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ അവളെ കഴക്കൂട്ടത്ത് പോയി കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും മനു ഒന്നും പറയാനാവാതെ ടെൻഷനോടെ തന്നെ നിൽക്കുക. ഞാൻ എന്താ അങ്കിളെ പറയണ്ടേ, എനിക്കറിയില്ല എന്ന് മനു പറയുമ്പോഴേക്കും ഹരി എവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ വിളിച്ചൊന്നു ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അവനിനി പാതിരാത്രി കഴിഞ്ഞല്ലേ വരൂ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അവൻ ലേറ്റ് ആവുമെന്ന് ഹരി പറയുന്നുണ്ട്. നീ വെച്ചോ, നിനക്ക് ടെൻഷനായി എന്നറിയാം, സാരമില്ല പോട്ടെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ കോൾ വെക്കുമ്പോൾ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ മനു ആകെ തകർന്ന് കട്ടിലിലേക്ക് ഇരിക്കുന്നുണ്ട്. അലീനയുടെ നിഷ്കളങ്കമായ മുഖമായിരുന്നു അപ്പോഴവന്റെ മനസ്സിൽ. ബാലചന്ദ്രൻ കോൾ വയ്ക്കുമ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്. പറഞ്ഞത് അത്രയും നന്നായി, അവനും കൂടി അറിയേണ്ടതാണല്ലോ. അച്ഛന്റെ അന്ത്യാഭിലാഷമാണെന്ന് പറഞ്ഞ് അവനായിരുന്നല്ലോ വലിയ ഉത്സാഹം അവളെ കൂട്ടിക്കൊണ്ടുവരാൻ. ഞാനും കമലയിടത്തിയും 1000 തവണ അവനോട് പറഞ്ഞതാ, പോണ്ട പോണ്ട, കഴക്കൂട്ടത്ത് പോയി ഒരുത്തി എഴുന്നള്ളിച്ചോണ്ട് വരണ്ടാന്ന്. ആര് കേൾക്കാൻ, കൊണ്ടുവന്നേ അടങ്ങൂ. ഇപ്പൊ അവനെ തൃപ്തിയായി കാണും എന്നൊക്കെ വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോൾ, എടി വൈജേ, മനസ്സിൽ സ്നേഹവും നന്മയും അലിവും ഒക്കെ ഉള്ളവർക്ക് മോശം വാർത്ത കേൾക്കുമ്പോഴേ വിഷമം തോന്നും. നീ ആനന്ദിക്ക്, അർമാദിക്ക് എന്നും പറഞ്ഞോണ്ട് ബാലചന്ദ്രൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ എന്തു ചെയ്തു? വല്ലളുമാരും ഇവിടെ വന്ന് തോന്നിയാസം കാണിച്ചിട്ട് ഇപ്പൊ എനിക്കാണോ കുറ്റം? അത് കൊള്ളാം എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. രാവിലെ ബാലചന്ദ്രൻ സിറ്റ് ഔട്ടിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴാണ് അലീന ചായയുമായി അങ്ങോട്ട് വരുന്നത്. ചായ കൊടുത്തിട്ട് ബാലചന്ദ്രനോടായി അവൾ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് പോവുക. ഇങ്ങനൊരു തിരിച്ചുപോക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഒരുപാട് സന്തോഷത്തോടെയാ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഈ വീട് എന്റെ കൂടി വീടായിട്ടാ കണ്ടത്. എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ കൂടപ്പിറപ്പുകള്, എന്റെ മുത്തശ്ശി, ഞാൻ അങ്ങനെയാ ഓരോരുത്തരെയും കണ്ടത്. അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടി. സ്നേഹവും ദൈവമൊന്നും വേണമെന്നല്ല, ഒരു മനുഷ്യജീവിയോടുള്ള പരിഗണന അതുപോലും എനിക്ക് കിട്ടിയില്ല. സാറ് പോലും എന്നെ തെറ്റിദ്ധരിച്ചു. പോട്ടെ, പോകാൻ നേരം യാത്ര പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞോണ്ട് അവൾ അകത്തേക്ക് പോകുന്നുണ്ട്. ഇത് കേട്ട് ആകെ വല്ലാതാവുന്ന ബാലചന്ദ്രൻ ചായ കുടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ചായ കുടിക്കാൻ അയാൾക്ക് മനസ്സ് വരുന്നില്ല. അലീന അവിടെ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അങ്ങോട്ട് വരുന്ന വൈജയന്തി ഇത് കാണുമ്പോൾ, നിന്നോട് ഇന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ കിച്ചണിൽ കയറി ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോണ്ടേ, മാഡത്തിന് ബാങ്കിലും സാറിന് ഷോപ്പിലും പോണ്ടേ, എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറും കറിയും വെച്ചു. കിച്ചണിലെ പണിയെല്ലാം തീർത്തിട്ട് ഞാൻ പൊക്കോളാം, അതിനുവേണ്ടി ഇനി ആരും ബുദ്ധിമുട്ടണ്ട എന്നൊക്കെ അലീന പറയുമ്പോൾ, ഓരോ സൂത്രവും പറഞ്ഞ് ഇവിടെ താങ്ങി നിൽക്കാന്നാണോ നിന്റെ വിചാരം എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എനിക്കിവിടെ നിൽക്കണ്ട, ഞാൻ പോവുക. 1/2 മണിക്കൂറിനകം തീരും എൻ്റെ ജോലി. ഇതൊന്നും ചെയ്യാതെയും പോവായിരുന്നു എനിക്ക്, ഇവിടെ ബാക്കിയുള്ളവർ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ എന്നൊക്കെ അലീന പറയുമ്പോൾ ഒന്നും പറയാനാവാതെ വൈജയന്തി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് പോവാൻ റെഡിയാവുന്ന അലീനയാണ് കാണിക്കുന്നത്. തന്റെ മമ്മിയുടെ ഫോട്ടോ ബാഗിലേക്ക് എടുത്തു വെക്കാനായി നോക്കുന്ന അവൾ ആ ഫോട്ടോ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ തോറ്റുപോയി മമ്മി, സോറി, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നോക്കി, രക്ഷയില്ല, സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഫോട്ടോ എടുത്ത് ബാഗിലേക്ക് വെക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നീ ആരോടാ മോളെ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അത് എന്നെ ഇങ്ങോട്ട് അയച്ച ആളോട്. മമ്മിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. എനിക്ക് സാധിച്ചില്ല. മമ്മി കാണുന്നുണ്ടായിരിക്കും എൻ്റെ അവസ്ഥ. സാരമില്ല, ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശി എന്നവൾ പറയുമ്പോൾ അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട്, എവിടെ പോയാലും എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ, എൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഉണ്ട് എന്ന് മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോൾ അവരുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട്, എനിക്ക് ഈ ഒരു അനുഗ്രഹം മാത്രം മതി, വേറൊന്നും വേണ്ട എന്നവൾ പറയുന്നുണ്ട്.
എനിക്ക് ഭാഗ്യമില്ലാതായിപ്പോയി, അതുകൊണ്ടാ നിനക്ക് പോവേണ്ടി വരുന്നത്. ദൈവങ്ങളും വിചാരിച്ചു കാണും സൗദാമിനി അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കണ്ടെന്ന്. നീയൊരു വീട്ടുവേലക്കാരിയായി നിൽക്കേണ്ടവളല്ല, അതുകൊണ്ടാ നിനക്ക് ഇവിടുന്ന് പോവേണ്ടി വരുന്നത്. ഇതിനേക്കാളും നല്ലത് നിനക്ക് വരാനിരിക്കുന്നുണ്ട്, വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കുമ്പോഴാണ് വൈജയന്തി റൂമിലേക്ക് വരുന്നത്. ബാലചന്ദ്രൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും, പിന്നെ നിനക്ക് തോന്നുന്ന പോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവൾക്ക് അവളുടെ ശമ്പളം കൊടുക്കുന്നുണ്ട്. അവൾ അത് വാങ്ങിക്കുമ്പോൾ വൈജയന്തി വീണ്ടും കുറച്ച് കാശ് കൂടി ഇത് നിന്റെ തോന്നിവാസത്തിനിരിക്കട്ടെ എന്ന് പറഞ്ഞ് അലീനയുടെ നേരെ നീട്ടുന്നുണ്ട്. ഇതെനിക്ക് ആവശ്യമില്ല, മാഡം തന്നെ വെച്ചാൽ മതി എന്ന് അലീന പറയുമ്പോൾ 500 1000 ഒക്കെ നേരത്തെ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ ഈ 100 200 ഒക്കെ അല്ലേടി എന്ന് വൈജയന്തി അവളോടായി ചോദിക്കുന്നുണ്ട്. എന്നതാടി വൈജയന്തി ആ കൊച്ചിനോട് പറയുന്നേ? ഇതൊക്കെ മോശമാ കേട്ടോ എന്ന് മുത്തശ്ശി ഓർമ്മിപ്പിക്കുമ്പോൾ ബാലചന്ദ്രന്റെ പെട്ടിന്നും പേഴ്സൊന്നുമൊക്കെ 100 200 ഒന്നും അല്ല, രൂപ 2500 ഇവൾ 3 തവണയായി അടിച്ചു മാറ്റിയത്, എല്ലാവളുമാർക്കും ദാനം ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി വീണ്ടും ആ കാശ് അലീനയുടെ നേരെ നീട്ടുന്നുണ്ട്. അലീന അത് വാങ്ങിക്കാതെ തന്റെ ശമ്പളം എണ്ണി നോക്കി അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് വൈജയന്തിയുടെ നേരെ നീട്ടുന്നുണ്ട്. ഇതെന്തിനാടി വൈജയന്തി ചോദിക്കുമ്പോൾ ഞാൻ സാറിന്റെ പെട്ടിന്ന് അടിച്ചു മാറ്റിയ രൂപ എന്ന് അലീനയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. മോഷ്ടിച്ചത് നീ ഇതുവരെ സമ്മതിച്ചില്ലല്ലോ. വേണ്ട എന്ന് വൈജയന്തി പറയുമ്പോൾ ഇപ്പൊ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ മോഷ്ടിച്ചു, ഇതാ 2500 രൂപ എന്ന് അലീന പറയുമ്പോൾ ഈ കാശ് എനിക്ക് വേണ്ടെന്ന് വൈജയന്തി പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴൊന്നും നീ പറഞ്ഞില്ല, തർക്കുത്തരം പറഞ്ഞ് തടി തപ്പി എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ നിങ്ങളെന്റെ കള്ളത്തരം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി എനിക്കിത് എന്റെ കയ്യിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നവൾ പറയുമ്പോൾ കൊണ്ടുപോയി ആർക്കെങ്കിലും ദാനം ചെയ്യടി, എനിക്കൊന്നും വേണ്ട എന്ന് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പണം ഞാൻ മോഷ്ടിച്ചെന്ന് മാഡത്തിന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഈ പണം വാങ്ങിച്ചേ പറ്റൂ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇത് വാങ്ങിക്കെന്ന് അലീന ഉറച്ചു പറയുമ്പോൾ സാറിന്റെ പെട്ടിന്ന് എടുത്തെങ്കിൽ സാറിന്റെ കയ്യിൽ തന്നെ കൊടുത്തേക്ക് എന്ന് വൈജയന്തി പറയുമ്പോൾ അലീന തന്റെ ബാഗ് എടുത്ത് തുറന്ന് വൈജയന്തിയുടെ മുന്നിൽ വെക്കുന്നുണ്ട്. മാഡം ഈ ബാഗ് പരിശോധിച്ച് ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ടോന്ന് നോക്ക്, ഞാൻ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും മോഷ്ടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ് പുറകെ വന്ന് അപമാനിക്കരുത് എന്ന് അലീന പറയുമ്പോൾ നീ എന്താടി കളിയാക്കണോന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ എന്ന് അലീന പറയണ കേട്ട് വൈജയന്തി ദേഷ്യത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഡൈനിങ് ടേബിളിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രന്റെ അടുത്തേക്ക് അലീന ചെല്ലുന്നുണ്ട്. ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സാർ എന്നോട് കുറെ സൗമനസ്യം കാണിച്ചിട്ടുണ്ട്, നേരിന്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, ആരുമല്ലാത്ത എന്നോട് അത്രയെങ്കിലും പരിഗണന കാട്ടിയല്ലോ, വളരെ നന്ദിയുണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കാശ് ബാലചന്ദ്രന് നേരെ നീട്ടുന്നുണ്ട് അലീന. സാർ ഇത് വാങ്ങണം. അപ്പോഴേക്കും വൈജയന്തിയും കോളേജിൽ പോവാൻ റെഡിയായി കൃഷ്ണയും ബബിതയും രോഹിതും അങ്ങോട്ടെത്തുന്നുണ്ട്. എന്താ ഇതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാൻ സാറിന്റെ പെട്ടിന്നും പേഴ്സിന്നും മോഷ്ടിച്ച പൈസയാ, മാഡം പറഞ്ഞു ഇത് സാറിനെ തന്നെ ഏൽപ്പിക്കാൻ എന്ന് അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് വാങ്ങിച്ചോ ബാലചന്ദ്ര, രൂപ അവൾ എടുത്തിട്ടുണ്ടെന്ന് സമ്മതിച്ചു, ഇന്ന് ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ ആരും വിശ്വസിച്ചില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട്. സാർ ഇത് വാങ്ങണം പ്ലീസ്, എന്റെ കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ട സ്ഥിതിക്ക് ഈ ഒരു കടം ബാക്കി വെച്ചിട്ട് പോവാൻ വയ്യ എന്ന് അലീന പറയുമ്പോൾ ഇത് നീ ശരിക്കും എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഞാൻ കുറ്റം സമ്മതിച്ചല്ലോ സാർ, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? സാർ ഇത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കും എന്നവൾ പറയുമ്പോൾ അതൊന്നും സത്യമല്ലെന്ന ധാരണയിൽ ബാലചന്ദ്രനും ഒന്നും മിണ്ടാതെ ഇരിക്കണ കണ്ട് വൈജയന്തി അവളുടെ അടുത്തേക്ക് ചെന്ന് ആകാശ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ബാലചന്ദ്രന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ഇപ്പൊ എനിക്ക് സമാധാനമായി, പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അലീന പോവാനായി തുടങ്ങുമ്പോഴാണ് താൻ ബസ് സ്റ്റാൻഡിൽ വിട്ടോളാമെന്ന് ബാലചന്ദ്രൻ പറയുന്നത്. വേണ്ട സാർ, എനിക്ക് നടന്നു പോവാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീന സങ്കടത്തോടെ തന്റെ കൂടപ്പിറപ്പുകളെ നോക്കുന്നുണ്ട്. കൃഷ്ണയുടെയും ബബിതയുടെയും അടുത്തേക്ക് ചെന്ന് ചേച്ചി പോവുക, നിങ്ങളെ ഞാൻ എൻ്റെ അനിയത്തിമാരായാ കണ്ടത്, നല്ലോണം പഠിക്കണം എന്ന് അവരോടായി പറഞ്ഞിട്ട് രോഹിത്തിന്റെ അടുത്തേക്ക് ചെന്ന് രോഹിത്തിന്റെ മനസ്സിൽ എന്നെ പറ്റിയുള്ള ധാരണ എന്താണേലും ശരി, അത് മായ്ച്ചു കളയണം. ഹരിശങ്കർ നിനക്ക് പറഞ്ഞു തന്ന തരം പെണ്ണല്ല ഞാൻ. ഹരിശങ്കറുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ നീ വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടും എന്ന് അലീന അവനെ ഉപദേശിക്കുമ്പോൾ നീ എന്നോട് ഒരു കോപ്പും പറയണ്ട എന്ന് ദേഷ്യത്തോടെ രോഹിത് പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തി അവളുടെ അടുത്തേക്ക് ചെന്ന് അല്ലേ അവൾ ഉപദേശിക്കാൻ ചെല്ലുന്നു, അതിന് പറ്റിയൊരു സാധനം കൊള്ളാം എന്ന് വൈജയന്തി പറയുമ്പോൾ സോറി, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ അമ്മയെ സങ്കടത്തോടെ നോക്കിക്കൊണ്ട് പോട്ടെ എന്ന് പറയുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ.
വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.